പേർക്ക്? 3 പേർക്ക് 3 ഗ്ലാസ് വെള്ളം. അപ്പൊ പിന്നെ പാലോ? അപ്പൊ ഇപ്പൊ കൂടുതലല്ലേ? എന്താ കൂടുതൽ? ഹലോ 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 അതെ, 3 പേർക്ക് 3 ഗ്ലാസ് വെള്ളം വയ്ക്കുമ്പോൾ ഈ പാലും കൂടെ ചേർന്ന് വരുമ്പോൾ 1 ഗ്ലാസ് വെള്ളം തിളച്ച് ആവിയായിട്ട് മേളിൽ പോകും. നിങ്ങൾ എന്ത് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? തിളച്ച ആവി പോകാനായിട്ട്? ഇത് എന്താണ് ഉണ്ടാക്കണേന്ന് ഉണ്ടാക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും കേട്ടാ. ദൈവം, ഈ പാത്രം കഴുകിയില്ലേ? കഴുകില്ല, അത് കഴുകി വെച്ചല്ലേ? ആര്? ഇന്നലെ കഴുകി വെച്ചല്ലേ? ഇന്നലെ കഴുകിയ പിന്നെ ഇന്ന് എടുക്കുമ്പോ കഴുകൂല? ഞാൻ ചുമ്മാ ചോദിച്ചോ, ഞാനിത് കഴുകിയിട്ട് തന്നെ വെച്ചാ. നീ ഇന്നലെ കഴുകിയല്ലേന്ന് അറിയണമല്ലോ, ഞാൻ കഴുകി വെച്ചേക്ക് തന്നെ. ഇതെപ്പോ തിളക്കും? അത് തിളക്കാൻ ഇച്ചിരി സമയം കൊടുക്കണം. അത് സമയം എടുത്ത് തിളക്കാം, അപ്പൊ തിളച്ചോളൂ. സമയം എടുത്താലും തിളക്കൂല. ഓ പിന്നെ തീ കത്തിക്കണം. ഇച്ചിരി പാടാണ് കേട്ടോ. ഞാൻ പിന്നെ എനിക്കറിയാം, നമ്മളിതൊക്കെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണത്. വലിയ കാര്യമാണ്. എളുപ്പാന്ന് ഓരോരുത്തരുടെ വിചാരം. മല മറിക്കണമെന്നുള്ള പഞ്ചസാര അതിനകത്തോട്ടിട്ട് പിന്നെ പഞ്ചസാര അതിനകത്തുള്ള പിന്നെ തറയിലിടൂ. അപ്പൊ എനിക്ക് പഞ്ചസാര ഇല്ലാത്ത ചായ മതി. അങ്ങനെയാണെങ്കിലോ? ഇന്ന് പഞ്ചസാര ഇല്ലാന്ന് മനസ്സിൽ വിചാരിച്ചോണ്ടോ കുടിക്കണം? ആണോ? എനിക്കൊരു മധുരമില്ലാത്ത ചായ എന്ന് പറയുമ്പോൾ ഞാൻ മധുരമില്ലാത്ത കൊണ്ട് തന്നെ ഉണ്ടല്ലോ. പിന്നെ പലപ്പോഴും ഭയങ്കര മധുരമായിട്ടാണ് കൊണ്ടുവരണ. ഓ, ഇപ്പൊ തിളച്ച് കഴിയുമ്പോ ചായ ആവും. അവിടെ പോയി ഇരുന്നാ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. തിളച്ച് കഴിയുമ്പോ ചായ ആവൂല, ചായപ്പൊടി ഇട്ടാലേ ചായ ആവുള്ളൂ. ഇത് ചായപ്പൊടി ഞാൻ ഇടുമല്ലോ, ഞാൻ പറഞ്ഞല്ലോ ചായ ഇടുമ്പോ ചായപ്പൊടി ഇടണം. ആര് പറഞ്ഞു? ചായപ്പൊടി ഇടുന്ന കാര്യം പറഞ്ഞില്ല. അതെ, ആവശ്യമില്ലാത്ത കാര്യം. ചായപ്പൊടി ഞാൻ ഇതിലിടും, എനിക്കറിയാം. ക്ലീറ്റോ അങ്ങ് സമ്മതിച്ചേക്ക്. എന്നെ കൊണ്ട് ഇതിന് കഴിവില്ലാന്ന് അങ്ങ് സമ്മതിച്ചേക്ക്. അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ക്ലീറ്റോന് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ബെറ്റ് വെക്കുന്നു. അതെ, ഇത്രയും ചെയ്യാൻ എനിക്കറിയാം. പാത്രം കഴുകിയിട്ടില്ല. നീ വലിയ ആളാവല്ലേ? നീ ആരടി കളിയാക്കിട്ട് പോയെ? തങ്ക എന്നെ വാശി പിടിപ്പിച്ചാ. ഞാൻ വാശിയിൽ അങ്ങ് അറ്റമാണ് കേട്ടാ. അയ്യോ കയ്യോ. എന്നാ വാശിയാണ്. നിങ്ങൾക്ക് ഇന്ന് ഉച്ചത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ ഇന്ന് അടുക്കള കയറണില്ല. അതെ, ഇന്ന് ഉച്ചക്കുള്ള മാത്രമല്ല, രാവിലത്തെ ഉച്ചക്കത്തെ വൈകുന്നേരത്തെ 3 നേരത്തെ ഞാൻ മാത്രം വേണോ ഡാഡി? എനിക്ക് വയ്യ കഴിക്കാൻ. എന്റെ പൊന്നുമോളെ, നിനക്ക് നിന്റെ അമ്മ ഉണ്ടാക്കണ ചളിച്ചതും പുളിച്ചതും തിന്നാനേ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ ചളിച്ചതും പുളിച്ചതും തിന്നാ നിങ്ങൾ ഇത്ര ആയത് കേട്ടോ. അയ്യോ, നിവർത്തിയില്ലാതെ അത് തിന്ന് മിണ്ടാതെ ഇരുന്നതാണ് കുഴപ്പം. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ എന്തറിയാം? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുക്കളയില്? എടീ, അന്തസ്സായിട്ട് ഒരു വലിയ പാർട്ടി നയിച്ചു കൊണ്ടുപോകുന്ന ആളാണ് ഞാൻ. ഈ രാഷ്ട്രീയം കൊണ്ടുപോകണ പോലെ തന്നെ ഈ പാചകം ഒരു കലയായിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വളരെ സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റും. കല വീട് രാഷ്ട്രീയത്തിൽ കുറെ നുണ പറയാൻ പറഞ്ഞാൽ മതി. ഇതിനെ മേലണെങ്കിൽ പണിയെടുക്കണം, നല്ലോണം വേർക്കണം. അയ്യോ, ഭയങ്കര അധ്വാനം തന്നെ ഈ 4-3 ആഹാരം ഉണ്ടാക്കണതിന്. ഞാൻ കാണിച്ചു തരാം മോളെ. നിന്റെ വെല്ലുവിളി ഉണ്ടല്ലോ, ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. കാണാനൊന്നുമില്ല. പിന്നെ വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കണം. വാശിയൊക്കെ അങ്ങ് കളഞ്ഞേക്ക്, ഞാൻ ചെയ്തോളാം. സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കണ കഴിച്ചോണം. നീ എന്റെ അടുത്ത് എവിടെ പോയി? അത് ഈ രാഗി ആന്റി അവിടെ ഇല്ല. രാഗി എന്റെ അടുത്ത് എന്തിനു പോയതാ? എനിക്കും കൂടെ ചോറ് വെക്കണേന്ന് പറയും. എന്ത് ചെയ്യും? ഡാഡിയുടെ ചോറ് കഴിച്ചു. ഇന്ന് ഡാഡിയുടെ ചോറ് മോക്കില്ല. മോളെന്തോ ഭയങ്കര അടിച്ചിട്ട് പോയല്ലോ. എന്നിട്ട് എന്ത് പറ്റി? നീ ഇന്ന് പട്ടിണി കിടന്നാൽ മതിയടി. പിന്നെ ഒരു ഉപകാരം ചെയ്യണം. ഈ അടുക്കളയിൽ ഞാൻ ഒത്തിരി പരിചയക്കുറവുണ്ട്. അതുകൊണ്ട് ഓരോ സാധനങ്ങൾ എവിടെ ഇരിക്കണേ എന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അതൊക്കെ പറഞ്ഞു തരാം. അത് പറഞ്ഞു തന്നാൽ ഞാൻ അതിന്റെ രീതിക്ക് ചെയ്തോളാം. ബാക്കി അരി അവിടെ ഇരിപ്പുണ്ട്. അതിന് മുമ്പായിട്ട് ഏപ്രൺ എവിടെ? എന്ത് സാധനം? ഏപ്രൺ. അത് കലണ്ടറിലുണ്ടാവും. കലണ്ടറിൽ ഏപ്രില്. എല്ലാ വീട്ടിലും ഏപ്രിൽ കെട്ടിയല്ല ഞാൻ എല്ലാ ദിവസവും അടുക്കളയിൽ. അതിന്റെ കുറവ് കാണാൻ. അതിന്റെ കുറവും കാണുന്നുണ്ട് ഇവിടെ. ബിസ്ക്കറ്റ് വല്ലതും ഉണ്ടോ? അവിടെ കറി വെക്കാൻ സാധനങ്ങളൊന്നും ഇല്ല. എനിക്കറിയാം. ഇന്നത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കാനാട്ടോ പറഞ്ഞത്. എന്താണ് ഇതിന്റെ ശരി? എന്തത്? ഇതെന്താ? ഇതെന്താണെന്ന് അറിയാമോ? അത് എന്തിനാണ് വെക്കണമെന്ന് അറിയാമോ? എനിക്കറിയില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചോറിന് മുടി കിടക്കണമെന്ന്. ഇങ്ങനത്തെ സാധനം വീഴാതിരിക്കാൻ. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് താഴ്ന്നേ തുടങ്ങണം. ഇതൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാൻ. അത് വേസ്റ്റ് കവറാണ്. ഞാൻ സഹിച്ചു. പിന്നെ എന്നെ പോലുള്ളവനൊക്കെ എന്തുണ്ടാക്കി തന്നാലും ഒരു പരാതി ഇല്ലാതെ കഴിക്കുമല്ലോ. അതുകൊണ്ടാണ് നീ വഷളായി പോയത് കേട്ടോ. എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. എന്താ ചെയ്യാൻ പോണേ? അരി എവിടെയാണ്? അരി അവിടെ താഴെ ഇരിപ്പുണ്ടല്ലോ കലത്തില്. ഒരു 4 കലം ഇവിടെ ഇരിപ്പുണ്ട്. അതിൽ ഏത് കലത്തിലാണ്? അതിനകത്ത് ഉള്ളിൽ കൈയിട്ട് നോക്ക്. അരിയുള്ള കലം അരിക്കലം. ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് ചെയ്യാനാണെങ്കിൽ ഇപ്പൊ എനിക്കും പറ്റും. അതെ, സാധനങ്ങൾ എവിടെ ഇരിക്കണമെന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. അതിലപ്പുറം ഒന്നും പറയണ്ട.
കേട്ടോ. അതാ പറഞ്ഞത് അരി 4 കാലിൽ പെട്ടെന്ന് വെച്ചാൽ അരി തപ്പി നോക്കി അറിയാൻ പാടില്ല അരിക്കല ഏതാണെന്ന്. അതിപ്പോ ഞാൻ അവിടെ വന്ന് കാണിച്ചു തരേണ്ട എന്തിനാ? പുതിയൊരാൾ ഒരു അടുക്കളയിൽ കയറുമ്പോൾ ഇങ്ങനെ ചില സംശയങ്ങളുണ്ടാവും, അതൊക്കെ ക്ലിയർ ചെയ്ത് തരണം. അതാ ഇപ്പുറത്തേക്ക് ഞങ്ങൾക്ക് പറയാൻ സൗകര്യം ഉണ്ടെങ്കിലേ പറഞ്ഞു തരുള്ളൂ. എന്നാ വേണ്ട, ഞാൻ കണ്ടെത്തിക്കോളാം. മതി. ചിലപ്പോൾ ഇച്ചിരി വൈകും ആഹാരം. ഞാൻ വൈകിയല്ലോ തരണത്. ഒരു കാര്യം ചെയ്യാം, ഈ വീട്ടിൽ 3 ആളാണുള്ളത്. അരിയെ കൊണ്ടൊന്ന് ഒളിച്ചു വെക്കേണ്ട കാര്യമല്ലോ. കിട്ടിയോ? കിട്ടി. ഇതിപ്പോ ഇത് ഇടാനുള്ള പാത്രം ഇവിടെ ഒരു കുടത്തില അരി ഇടാൻ പോണേ. ചിലപ്പോൾ ഞാൻ കുടത്തിലിട്ടും കഴുകും. ആ പാത്രം കാണാനിട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആ പാലിലോട്ടിട്, എന്നിട്ട് നമുക്ക് പായസമായിട്ട് എടുക്കാം. അത്രയും കൊണ്ട് തമാശ വേണ്ട. പായസം വെക്കാൻ എനിക്കറിയാം, അത് രാത്രി ഉണ്ട്, ഞാൻ വെക്കണുണ്ട് കേട്ടോ. രാത്രി പായസം? ആ രാത്രി പായസം ഉണ്ട്, കിടക്കണതിന് മുമ്പ് പായസം തന്നിട്ടേ കിടത്തുള്ളൂ. അരി വെക്കാൻ പോവാണെങ്കിൽ വെള്ളം വെക്കാദ്യം. എന്റെ കർത്താവേ, എനിക്കറിയാം വെള്ളം വെച്ചിട്ടാണ് ഇത് ചെയ്യാനെന്നുള്ളത്. പിന്നെന്താ വെക്കാത്ത? അതെ, ചോറ് വെക്കുമ്പോൾ ചോറിന്റെ കൂടെ പാലാ സ്റ്റൈലിൽ ഒരു മീൻ കറി ആയാൽ ബുദ്ധിമുട്ടുണ്ടോ? മാങ്ങ ഇട്ടിട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇല്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നാ പിന്നെ മാങ്ങ എടുക്കും. മാങ്ങയില്ല? മാങ്ങ ഇല്ലേ, പിന്നെ എങ്ങനെ മീൻ കറി വെക്കും? മാങ്ങ പറിക്കണോ? പറിക്കണോ? ഞാനെങ്ങനെയാ ചെയ്യണേ? മാങ്ങ പറിച്ചിട്ട് ഇവിടെ ഓരോന്നും ഉണ്ടാക്കണേ. മാങ്ങ പറിക്കണോ അല്ലേ? ഇനിയിപ്പോ വീട്ടിൻ്റെ ഒരു പിടിപാട് വെച്ച് ചിലപ്പോൾ പറിക്കേണ്ടി വരില്ല. നമ്മുടെ ഇവിടെ മാവുണ്ടല്ലോ, അതിന്റെ ചോട്ടി പോയിന്ന് മാങ്ങനെ വിളിച്ചാൽ മതി, ചിലപ്പോൾ ചടിപ്പോ. വലിയ തമാശ അടിക്കണ്ട, എനിക്കറിയാം അതേന്ന് മാങ്ങ പറിക്കാൻ കേട്ടാ. ആ അതിന് ആദ്യം അരി ഇതാക്ക്. അരി കിട്ടി. എന്നെ കൺഫ്യൂഷൻ ആക്കല്ലേ, എനിക്കറിയാം. ഞാൻ ഓരോന്നും ചെയ്യേണ്ട ഒരു ഓർഡർ എന്റെ മനസ്സിൽ വെച്ചിട്ടുണ്ട്, അതിനെ ഡിസോർഡർ ആക്കരുത് കേട്ടോ. അപ്പൊ ഈ അരി എന്താ ഇടണേനി? അരി ഇടേണ്ടത് എത്രയാണെന്ന് എന്റെ മനസ്സിലുണ്ട്. അത് സമയമാകുമ്പോ ഞാൻ വന്ന് അരി എടുത്തിടും. സമയമാവണമെങ്കിൽ ആദ്യം വെള്ളം വെക്കണ്ടേ? അതെ തങ്കം, എന്നെ നീ തെറ്റിക്കാൻ നോക്കണ്ട, കൺഫ്യൂഷൻ ആക്കണ്ട. ആദ്യം ഞാനൊരു മാങ്ങ പറിച്ചിട്ട് വരട്ടെ. മാങ്ങ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? മീൻകറി വെക്കണ്ടല്ലോ. മീൻകറി ഇല്ലെങ്കിൽ പിന്നെ എന്തിനു ചോറ് വെക്കണം? ചോറ് വെക്കണ്ടല്ലോ. മീൻകറി ഇല്ലെങ്കിൽ ആരും ചോറുണ്ണൂല. കറിയില്ലാതെ ചോറ് വെച്ചിട്ട് എന്ത് കാര്യം? വേറെ എന്തെങ്കിലും കറി വെക്കണം. അത് നമുക്ക് നോക്കാം. ആദ്യം മാങ്ങ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. എന്റെ ക്ലീറ്റോ, സാധാരണ മനുഷ്യർ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി വെക്കാനുള്ള വെള്ളം സ്റ്റൗവിൽ വെക്കും, അത് തിളച്ച അവിടെ അരിയും കഴുകിയിട്ട് കഴിയുമ്പോഴത്തേനും എന്തെങ്കിലും പണി ചെയ്യാം. അത് സാധാരണക്കാര്. ഞാനൊരു പ്രമുഖൻ, എനിക്കറിയാം. ഞങ്ങളെ പാർട്ടിയിൽ ഓരോന്നിനും ഓരോ ചിട്ടവട്ടങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ചിട്ടയ്ക്ക് ഞാനിത് ചെയ്തോളാം. ആദ്യം ഞാനൊരു മാങ്ങ പറിച്ചിട്ട് വരട്ടെ. ഒന്നിലും തുടരുത്, ശ്രദ്ധിച്ചോളണം. ആ മാറിയില്ല, ഇങ്ങോട്ടാ പോകേണ്ടത്. ഇതുവഴി പോയാലും മാവിന്റെ മുട്ടിൽ എത്താൻ പറ്റും. ഞങ്ങളുടെ വീട്ടിൽ ഇതുവഴിയും വഴിയുണ്ട്, അതുവഴിയും വഴിയുണ്ട്. ഞാൻ പക്ഷെ ഇതുവഴിയേ പോകുള്ളൂ. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ രീതി. നിങ്ങൾ വളഞ്ഞ വഴിയേ പോകുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും? പഴുത്ത മാങ്ങ എന്ന ഒരു പുളിശ്ശേരി കൂടെ. ഒരു മാങ്ങ മതിയാവൂല. ഞാൻ മാമ്പഴ പുളിശ്ശേരി ഇപ്പൊ വെക്കണ്ട, ഇതിപ്പോ മീൻകറിയിൽ ഇടാൻ ഇത്രയും മതി കേട്ടോ. മാമ്പഴ പുളിശ്ശേരി പച്ചമാങ്ങ കൊണ്ടല്ലല്ലോ വെക്കുന്നത്. അയ്യോ, എനിക്കറിയാം അത്. എന്ത് ചോറുണ്ണണമെങ്കിൽ അരി കഴുകി ചോറ് വെക്കണം. അരി കഴുകാനാണ് ഞാനിപ്പോ പോണത്. അരി കഴുകാൻ അത് പറഞ്ഞില്ലല്ലോ. അരി കഴുകണേന് മുമ്പ് വെള്ളം വെക്കണം. ഈ കുക്കർ എന്തിനകത്ത് വെച്ചാൽ കുക്കർ എടുത്ത് മാറ്റ്. അതെനിക്കറിയാലോ, ഞാൻ മാറ്റി വെക്കുമല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തിനാണ് എന്റെ പിറകെ ഇങ്ങനെ നടന്ന് ശല്യം ചെയ്യണം? ഞാൻ ഒന്ന് കോൺസെൻട്രേഷനോട് കൂടി ഒന്ന് ചെയ്തോട്ടെ. അരി കഴുകാൻ പാത്രം എടുത്തോ? അരി കഴുകാൻ ഇവിടെ പാത്രം ഇരിപ്പുണ്ട്. എവിടെ എവിടെ? ഇത് പാത്രമാണ്. അത്ര വലിയ പാത്രത്തിൽ അരി കഴുകണം എന്തിനത്? അതെന്താ വലിയ പാത്രത്തിലാണ്, അത് ഓടിക്കളയോ അരി? അതിനകത്തല്ല അരി കഴുകണത്. ഇന്ന് ഞാൻ ഇതിനകത്തെ കഴുകൂ. എനിക്ക് 2 നാഴി മതി. അതെ, ഇങ്ങനെ നക്കി പിടിച്ചിട്ടിട്ട് കാര്യമല്ല. ഇത് ഇടുമ്പോ കുറച്ച് വിരുന്നുകാർ വന്നാൽ എന്ത് ചെയ്യും? ചിലപ്പോ എന്റെ ആരെങ്കിലും വരുമെന്ന്. അരി തീർന്നുള്ളത് കൂടി നോക്കിക്കോ. അരി തീർന്നെങ്കിൽ നമുക്ക് വാങ്ങാം. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. മിണ്ടരുത്. അവിടെ കൊണ്ടുപോകും, അവിടെ കഴുകണം, അവിടെ വെച്ചല്ല. അതെ, ഞാൻ എന്റേതായ രീതിക്ക് കഴുകും, ഞാൻ എന്റേതായ രീതിക്ക് വേവിക്കും. അത് എന്നെ ശല്യം ചെയ്യരുത് ദയവ്. കഴുകണ വെള്ളം അവിടെയല്ലേ. ഇത് കഞ്ഞി വെക്കാനും കറി വെക്കാനും കോരി കൊണ്ടുവന്ന് വെച്ചേക്കണ വെള്ളമാ. ഞാനേ ഒന്ന് സ്വസ്ഥമായിട്ട് ഇത് ചെയ്തോട്ടെ. അമ്മ മോളും കൂടെ അങ്ങനെ പിറകെ നിൽക്കണം. മനുഷ്യനെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിൽ അങ്ങോട്ട് അടച്ചു വയ്ക്കട്ടെ. മാറിക്കേ. മീൻ അവിടെ ഇരുന്ന് ചെയ്യണം. എനിക്കറിയാം, മീനിന്റെ മണം എന്റെ മൂക്കിൽ വരണുണ്ട്. ശരിയാക്ക്. പിന്നെ അരി ചെയ്യും. അതവിടെ ഇരിക്കട്ടെ, വെള്ളം വെക്ക് അരി വെക്കാനായിട്ട്. ഞാനേ ആദ്യം മാങ്ങ ചെത്താൻ പോകണം. മാങ്ങ ചെത്തിയിട്ട് അരിക്ക് വെള്ളം വെക്കുള്ളൂ. അരി വെച്ചിട്ട് മാങ്ങ ചെത്തുന്ന? മാങ്ങ ചെത്തിയിട്ട് അരിക്ക് വെള്ളം വെച്ചാൽ എന്താണ്, അത് തിളയ്ക്കൂലേ? അങ്ങനെ അഹങ്കാരമാണെങ്കിൽ എനിക്കറിയണമല്ലോ. പിന്നെ ഇതെന്താ ഇത്
അത് തേങ്ങയല്ല മാങ്ങയാ. അയ്യോ അതെനിക്ക് അറിയാം. ഇതിട്ട് മുറിച്ചാലും മാങ്ങ മുറിയും. എന്തിനാ ഇതിട്ട് മുറിക്കണേ? കത്തി കൊണ്ടല്ലേ സാധാരണ മനുഷ്യര്. കത്തി കൊണ്ട് മുറിക്കാം, ഇതുകൊണ്ട് മുറിക്കാം. ഓ ഒരു സാധനം ഒന്നും ചെയ്യാൻ. അന്നൊരു കോടാലി എടുത്ത് വെട്ടിപ്പൊളിക്കണം. അയ്യോ ഞാൻ എന്തേലും ചെയ്തോളാം. തിരിച്ചാ കത്തി പിടിച്ചേക്കണേ. എനിക്കറിയാം കത്തി എങ്ങനെ പിടിക്കണമെന്നുള്ളത്. അതെ, ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോയി തരാൻ പറ്റുമോ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എല്ലാം ആവുമ്പോ അവിടെ കൊണ്ടുവച്ച് നിങ്ങളെ വിളിച്ചാൽ. തങ്കം, എന്റെ പേഴ്സണൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ഓർഡർ ഉണ്ട്, അത് ഞാൻ ചെയ്യും. നിങ്ങൾ ആവശ്യമില്ലാതെ ഇടപെടരുത്. പോക്കോ, അങ്ങോട്ട്. സമാധാനമായിട്ട് എന്തെങ്കിലും ചെയ്യാം. ആദ്യം അല്ലെങ്കിൽ മീൻ എടുക്കാം. മീൻ Alien versus Alien.